കേരളത്തിലെ സ്വകാര്യ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്കായി സർക്കാർ പോലും നൽകാത്ത ചില സുരക്ഷാ മുൻകരുതലുകൾ ഞങ്ങൾ ഇന്ന് പുറത്തുവിടുകയാണ്. ബസ്സിലെ സീറ്റുകളിലൊന്നും ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബസ്സിന്റെ ടയറിനടിയിലോ അതല്ലെങ്കിൽ ബസ്സിന്റെ മുകളിൽ കയറിയിരുന്നോ ആയിരിക്കണം. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഇതിലും മഹത്തരമായ ഒരിടം ഇനി കണ്ടെത്താനാകില്ല. ഇന്ന് രാവിലെ നടന്ന ഒരു സംഭവം നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ദാ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ വളരെ മാന്യയായി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്ന ഒരു കാബാലികൻ. സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ നാളെ കാണാൻ പോകുന്ന ക്രൂരൻ ഇവിടെയുണ്ട്. ചിലർ പറയുന്നു ഇതൊരു സിനിമയിലെ സീനാണെന്നൊക്കെ. പക്ഷെ സത്യം എന്താണെന്ന് തിരയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഈ ദൃശ്യങ്ങളെ നമുക്ക് വിശ്വസിക്കാം. ഇനിയൊരു ഇടവേള. ഞങ്ങൾ അവതരിപ്പിക്കുന്ന അൾട്ടിമേറ്റ് സർവൈവൽ ടൂൾ ബസ്സുണ്ട്. എല്ലാവരിൽ നിന്നും ബസ്സിൽ ഒരിഞ്ച് അകലമിട്ടിരിക്കാൻ ബസ്സുണ്ട് നിങ്ങളെ സഹായിക്കും. വീഡിയോയും പിടിക്കാം. കൂടാതെ പ്രോ മോഡൽ ഇതിൽ നിന്നും കറണ്ട് പഠിപ്പിക്കാം. ബസ്സുണ്ട്. ബസ് യാത്ര ഇനി വെറുമൊരു യാത്രയല്ല, ഒരു പടയൊരുക്കമാണ്. അതിനാൽ താഴെ പറയുന്ന വസ്ത്രങ്ങൾ നിർബന്ധമായും കരുതുക. സെൽഫി സ്യൂട്ട്, 360 ഡിഗ്രി ക്യാമറകൾ ഘടിപ്പിച്ച ഈ സ്യൂട്ട് നിങ്ങൾ ഒരു ട്രാപ്പിലായാൽ കോടതിയിൽ ഹാജരാക്കാൻ ഉപകരിക്കും. പക്ഷെ കോടതിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നതറിയില്ല. മുള്ളൻ സ്യൂട്ട്, മുള്ളം പന്നിയുടെ മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ ഈ വസ്ത്രം ധരിച്ചാൽ ആരും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അപ്രതീക്ഷിതമായ അടികളിൽ നിന്നും ശരീരഭാഗങ്ങൾ വെച്ചുള്ള അതിക്രമങ്ങളിൽ നിന്നും ഇത് നിങ്ങളെ സംരക്ഷിക്കും. പില്ലോ സ്യൂട്ട്, അടി കിട്ടിയാൽ വേദനിക്കാതിരിക്കാനും ആരെങ്കിലും മൊബൈലും പിടിച്ച് തള്ളിക്കറി വന്നാൽ പരിക്കേൽക്കാതിരിക്കാനും ഈ തലയണ സ്യൂട്ട് ഉപകരിക്കും. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ പക്കൽ 2 ഐറ്റംസ് കൂടി ബാക്കിയുണ്ട്. നീളം കൂടിയ ഒരു കയർ, അതല്ലെങ്കിൽ ഇതാ ഒരു വിഷക്കുപ്പി. പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത എല്ലാ നീതിയും സ്നേഹവും സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നിരപരാധിയാണ് തെളിയിക്കാൻ ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് വേറെ ആവശ്യമില്ല. പ്രിയപ്പെട്ട ദീപക്, പുരുഷ കമ്മീഷൻ ഇല്ലാത്ത കേരളത്തിൽ ജനിച്ചത് നിങ്ങളുടെ തെറ്റല്ല. പക്ഷെ തിരക്കുള്ള ബസ്സിൽ കയറിയത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ക്രൂരന്മാരായ ബലിയാടുകളാവാത്ത ഹൃദയത്തിന് കാലിരുമ്പിന്റെ കരുത്തുള്ള കേരളത്തിലെ പുരുഷന്മാർക്ക് എന്തിനാണ് ഒരു പുരുഷ കമ്മീഷൻ? ഒരു മുഴം കയർ തന്നെ ധാരാളം.